എടുക്കാൻ പോവാണ്. എടുക്കില്ലേ? എന്താടി? നല്ല ഫിൽറ്റർ ഇട. ഓ ഇടാ ചാവല്ലേ. ഇങ്ങോട്ടേക്ക്. ആ ചിരിച്ചേ. ഒന്നും കൂടി. ഓക്കെ നല്ല ഫിൽറ്റർ ഇപ്പഴാ കിട്ടിയ. അപ്പൊ നീ എടുത്തില്ലേ? ഇല്ല, ഫിൽറ്റർ നോക്കുമായിരുന്നു. ഇത്ര നേരോ? നീയല്ലേ പറഞ്ഞേ നല്ല ഫിൽറ്റർ വേണമെന്ന്. ഓക്കെ സ്മൈൽ. അതെ, ഇപ്പോഴത്തെ അങ്ങോട്ട് പോയില്ലേ, അവനോട് എനിക്ക് ഒരു ക്രഷൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളാലോ. എന്തിനാ വിട്ടണത്? ആര് പറഞ്ഞു? ഞാൻ അവനെ പ്രപ്പോസ് ഒക്കെ ചെയ്ത്. എന്നിട്ടെന്താ, അവൻ എന്നെ റിജക്റ്റ് ചെയ്തു. വിഷമായില്ലേ? വിഷമമൊക്കെ ആയി. പിന്നെ നമുക്കിതൊക്കെ ശീലമാണല്ലോ. എന്നാ ഞാൻ ചെന്ന് പറഞ്ഞോക്കട്ടെ. എന്തു പറയണു? പൊക്കോ, അത് വരെ അങ്ങ് പൊക്കോണം. പിന്നെ എൻ്റെ അടുത്തോട്ട് വരണ്ട. 5 ഉണ്ടോ? ഹേയ്, അപ്പം മിണ്ടില്ല. ഞാനെന്നാ മിത്രോട് മിണ്ടാൻ പോവാ. കാണേണ്ടവരൊക്കെ കണ്ടോ? ഇവിടെ നമ്മളെ തന്നെ ആർക്കും കാണണ്ടാത്ത. തനിക്കിവിടെ കാണാനും മിണ്ടാനൊക്കെ ആളില്ലേ, പിന്നെന്തിനാ ഞാൻ നോക്കി പേടിപ്പിക്കണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞ. അതാണല്ലേ അമ്മ. പോണോ? പിന്നെ പോണല്ലേ? പിന്നെ പോണ്ടേ? ഇവരെന്ത് ഇവിടെ കിടന്ന് നിറം കളിക്കണം? അപ്പൊ ഞാൻ പോണം. കളിക്കില്ലേട്ടോ, പോന്നേ. അമ്മ സീനാന്നേ. ചിരിക്കുന്നോ? ചിരിച്ചോണ്ടിരിക്കാതെ പോന്നേ. അഞ്ജന, എടി നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു അവിടെ വന്നിരിക്കാൻ? അമ്മനെ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. വേണ്ട, പരിപാടി ചെയ്യാറായി. വാ. അല്ല, അമ്മയോടൊപ്പം ഇരിക്കാൻ. അറിയില്ല. എന്നാ ഞാനും മറ്റേ എനിക്ക് കൂടെ സീറ്റ് പിടിക്കും, തൊട്ടടുത്ത്. അഞ്ജന വരുന്നുണ്ടേ. എവിടെയാണെന്തോ, ഇവിടെ നിന്നിട്ട് കാണാനും പറ്റുന്നില്ല. പോയി. എവിടെയാ? ഞാനിവിടെയൊക്കെ തന്നെയുണ്ട്. എവിടെയാ നിൽക്കുന്നത്? ബാക്കിലുണ്ട്. എണീച്ചു പോവാം. അയ്യോ പറ്റത്തില്ല, അമ്മ വിടില്ല. എടോ, എങ്ങനെയും എണീച്ചു വാടോ. എനിക്കിവിടെ ഒന്നും ബോറടിക്കുക. അമ്മ വിടണ്ടേ? അമ്മായിമ്മനെ കൊണ്ട് തോറ്റല്ല. എടോ, തൻ്റെ കുടുംബസുഖമാണ് സ്കൂള്. അല്ല, തൻ്റെ കുടുംബം മൊത്തം ഇവിടെ ഉണ്ട്. അതാ. പൊക്കോട്ടോ. അല്ല, മനുഷ്യനെ വെറുതെ വിളിച്ചു വരുത്തിട്ട്. അതിനെ കാണാൻ വേണ്ടി വിളിച്ചല്ലേ, ഞാൻ കണ്ടല്ലോ. ഇനി പൊക്കോ. പൊക്കോളാനാ? എന്നോട് ഇങ്ങനെ തന്നെ പറയണം. തന്നെ കാണാൻ വേണ്ടി നേരെ കോളേജിൽ നിന്ന് വന്നിട്ട് ഇന്നേരം വരെ ഇത്തിരി വെള്ളം പോലും കുടിച്ചിട്ടില്ല. എന്നിട്ട് തനിങ്ങനെ തന്നെ പറയണ്ടാ. പോയോ? ഈശ്വര, എവിടെ നിൽക്കുന്നെന്ന് കാണിച്ചാ. കണ്ടടി, കണ്ടു. നീ നോക്കുന്ന കണ്ട്. അയ്യോ. എവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചേടാ, എന്നാലും ഇതവിടെ പോയി. ഒന്ന് അടങ്ങിയിരുന്ന് പരിപാടി കാണഞ്ചു. അമ്മേനെയും കൊണ്ട്. ഹലോ, ആനന്ദനല്ലേ? അതേതോ. 5 ആണോ? അതെങ്ങനെ മനസ്സിലായി? ഞാനാണ്. പിന്നെ എൻ്റെ പെണ്ണിൻ്റെ സൗണ്ട് കേട്ടാ എനിക്കറിയില്ലേ. എന്താ എന്റെ പെണ്ണെന്നോ? പിന്നല്ലാതെ എൻ്റെ പെണ്ണല്ലേ.
ഇന്ന് എന്ത് പറ്റി? പതിവില്ലാണ്ടൊരു വിളിയൊക്കെ. അത് പിന്നെ അത് പിന്നെ വീട്ടിലെത്തിയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. ഓ, ഞാൻ വീട്ടിലൊക്കെ എത്തി. അല്ല, ഇന്നൊരാകെ എന്തൊരു നാണമായിരുന്നു. ആർക്ക്? അച്ചോടാ, ഒന്നും അറിയില്ലല്ലോ. എനിക്ക് നാണമൊന്നുമില്ല. ഓ, അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഓ, ഞാനൊരു പെങ്കൊച്ചല്ലേ, അപ്പൊ കുറച്ച് നാണമൊക്കെ കാണും. അതിനിപ്പോ എന്താ? ഇങ്ങനെ നാണിച്ചാലേ നാണിച്ചുകൊണ്ടിരിക്കാനേ നേരം ഉണ്ടാവും. അതെന്താ? അതൊന്നും പിള്ളേരോട് പറയാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? അതങ്ങനത്തെ ഒരു കാര്യം. അതുകൊണ്ട് എനിക്കറിയണം, പറ. അപ്പോ അറിയണം. അറിയണം. അതേ, അതെന്താന്ന് വെച്ചാലേ എന്താന്ന് വെച്ചാ അത് അത് അച്ചോടാ അങ്ങനെ പറയണ്ടാട്ടാ. കഷ്ടാട്ടാ. ഞാൻ അറിഞ്ഞോന്ന് വെച്ചപ്പോ എന്താ? താൻ കൊച്ച അറിഞ്ഞ പനി പിടിക്കും. വേണ്ട വേണ്ട. ആടെ കൊച്ച്, എവിടുത്തെ കൊച്ച്? ഞാൻ കൊച്ചൊന്നുമല്ല. പറയാൻ പറ്റത്തില്ല, അത് പറഞ്ഞ പോരെ. എന്നാ കേട്ടോ. ഓ, എന്നാ പറയണ്ട. അല്ല പിന്നെ എൻ്റെ കൂടെ കളി. അവൾ എൻ്റെ വായിന്ന് കുത്തിച്ചാടിക്കായിരിക്കുക. ഞാൻ പറഞ്ഞത് തന്നെ. പറഞ്ഞത് കേട്ടില്ല. കൊച്ചാ പോലും കൊച്ച്. അതെന്താ ഞാൻ അറിയാൻ പാടാത്ത? അത്ര കൊച്ച. എന്നാലും എന്തായിരിക്കും? ഹലോ മേഡം, അവിടെ എന്താണോ? അല്ല, ഇത് ഏതാ നമ്പർ? ഇത് എന്റെ നമ്പർ. ഇവിടെ ചിലവര് ഫോണില്ലാന്നോ സിമ്മില്ലാന്നൊക്കെയാ പറഞ്ഞു കേട്ട്. ആവും അങ്ങനെ പറഞ്ഞു. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി, എന്നാ ഞാൻ വെക്ക. ഞാൻ നിൽക്കുവൊന്നും തന്നെ, ഞാൻ കിടക്കുക. ഞാൻ പറയുന്നേക്ക്. എന്താണാവോ? ഞാനൊന്ന് പറഞ്ഞത് സിം കട്ടാന്നാ, അല്ലാതെ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. എടോ, തനിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ഓപ്പണായിട്ട് പറയാം. അതിനുള്ള ഫ്രീഡം തനിക്ക് ഉണ്ടല്ലോ. താനിങ്ങനെ പറയണമെന്ന് ഞാനെങ്ങനെ അറിയാം? ഞാൻ എന്തിനും കാര്യം തന്നോട് പറയായിരുന്ന വേറെ ഫ്രണ്ട് വഴി അറിഞ്ഞാൽ തനിക്ക് എന്ത് വിഷമമുണ്ടാവും? അതുപോലെ ഞാനും. പിന്നെന്താ? പിന്നെ ഒന്നുമില്ല. ഞാൻ വിളിക്കാം. ഓക്കെ, ഐ ലവ് യു. എന്താ? ഐ ലവ് യു. ഗുഡ് നൈറ്റ്. ഒരാവശ്യമില്ലായിരുന്നു. ഹലോ, ഇതാരാ? അല്ല, ഈ ഫോണിൽ നിന്നൊരു മിസ് കോള് വന്നായിരുന്നേ. ഓ, അതറിയാതെ വന്നായിരിക്കും. ആ, അറിയാതെ വന്നതാണല്ലേ. ഓക്കെ ഓക്കെ, ശരി. അതെന്ത് പരിപാടിയാ? ഇതും അറിയാതെ വന്നായിരിക്കും. ഇന്ന് നൈറ്റ് വിളിക്കൂ. എന്നാന്ന്? അല്ല, ഇന്ന് വിളിക്കുമെന്ന്. നൈറ്റാ? ഇല്ല. പിന്നെ ഒരിക്കലും വിളിക്കുന്നത്? അപ്പൊ ശരി. കണ്ടോ ആൻറ്റി, ആ കൈ ചുമ്മാ ഇരുന്ന് ചിരിക്കുക. അവന് വട്ടാണോ ചുമ്മാ ഇരുന്ന് ചിരിക്കാൻ? ചോദിക്കാം എൻ്റെ കൂടെ. എന്താടി ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കണേ? ഒന്നുമില്ല, പതിയെ മുങ്ങാം. അമ്മ ഗുഡ് നൈറ്റ്. പെണ്ണൊന്ന് പതിയെ പോ, നിന്റെ കട്ടിലാരും കട്ടോണ്ടൊന്നും പോകത്തില്ല. പായോ അങ്ങോട്ട്. എന്തോ നാളെ നോക്കുന്ന മീറ്റ് ചെയ്താലോ? ഓക്കെ, തൻ്റെ ഇഷ്ടം പോലെ. എടാ അനന്ത, അവളെന്നെ വരാത്തെ? വേഗം വിളിച്ച് വരാൻ പറ. എടാ, റേഷൻ കടയിൽ പോകണമെന്ന് എനിക്ക് അമ്മ ചീത്ത പറയുന്നു. ആ ഫോണിങ്ങന്ന് അവളെ വിളിച്ച് ഞാൻ വരാൻ പറയാം. എടാ അളിയാ, നീ ഒന്ന് അടങ്ങ്. അവൾ അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വരണ്ടടാ. നീ ഒന്ന് ക്ഷമി. എനിക്ക് ഇങ്ങനെയൊക്കെ അവളെ കാണാൻ പറ്റും. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. അതോർത്തട്ടാ, അതോർത്ത് മാത്രം. എനിക്ക് വണ്ടിയില്ലാത്തോണ്ടല്ലടാ.
അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നല്ലോ. ഇപ്പം എന്നാലും വരാറായി. അനന്താ അവൾ ഒറ്റയ്ക്കാണോ വന്നെ അതോ ഒറ്റയ്ക്കാടാ? ഒറ്റയ്ക്ക് നടന്ന്? അതേടാ, എന്താ? ആ ആണല്ലേ, ഇതാ വന്നുണ്ട്. നോക്ക്, കാണും കുളിരൊക്കെ കണ്ടോ? അതവിടെ അപ്പനല്ലേടാ? ആ ആണല്ലേ, രണ്ടും കൂടി തല്ലുള്ളിക്കിരിക്കുക. ഇതാ ഒറ്റയ്ക്കെന്ന് പറഞ്ഞു. ആ ഇപ്പം എങ്ങനെ ഇരിക്കണേ? നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ അങ്ങേരത് മാനത്ത് കാണും. ഇപ്പോൾ പോയ അരിയും മണ്ണെണ്ണയിലും കിട്ടും. ഞാനവിടെ വെയിലും കൊണ്ട് കരിഞ്ഞിരിക്കുമ്പോൾ ഒരാൾ വണ്ടി കയറി ടാറ്റയിൽ നിന്ന് പോവാ. പോരട്ടാ. പാരട്ടാന്ന് ഓ സോറി. വിളിച്ചെന്നെ വിളിച്ചിട്ട് സോറി എന്നാ? എന്തായാലും താൻ ചെയ്തത്രയൊന്നും ഞാൻ ചെയ്തില്ല. ആനന്ദാ, ഞാൻ പകുതി റോഡ് വരെ വന്നേയായിരുന്നു. അപ്പോഴാ അച്ഛൻ വന്നേ. പിന്നെ എനിക്ക് കയറാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാനീ കയറി പോന്ന്. സോറി. അല്ല, ഇനി എന്നാ കാണാം? ഇനി അപ്പൊ നമുക്ക് അന്ന് കാണാം. എന്ന്? ആദ്യം പൊരിഞ്ഞ വെയിലത്തുകൊണ്ടിരുത്തി, ഇപ്പത്തെ മഞ്ഞത്ത്. ഇത് വല്ലതും നടക്കും? എടേ, അവള് വരുവോടെ? ഞാൻ വിളിച്ചോക്കട്ടെ. അപ്പം നീ വിളിച്ചില്ലേ? ദേ വിളിക്കുക. ഹലോ, നീ എവിടെയാ? ഞാൻ വീട്ടില്. ഇറങ്ങിയില്ലേ? എനിക്ക് വരാൻ പറ്റത്തില്ല. ഇവിടെ ആരും എന്നെ കൊണ്ടാവില്ല. അനന്താ, എനിക്ക് നിന്നെ കാണണം. അല്ല, അതിപ്പോ എങ്ങനെ? എനിക്ക് ഒന്നും അറിയണ്ട. 5 മിനിറ്റുള്ള എന്റെ വീട്ടിൽ പഠിക്കാൻ വന്നേക്കണം. അതെ, നമുക്ക് അവിടെ വീട് വരെ പോവാ. എന്താടാ, എന്തു പറ്റി? വണ്ടി എടുക്കടാ. ഹലോ അനന്ത, എവിടെയാ? ഞാൻ നിന്റെ വീടിന്റെ പഠിക്കാൻ എത്താറ. എന്താ? അയ്യോ, അവിടുന്ന് വേഗം വാ, വേഗം വാ. ഞാൻ അമ്പലത്തിലുണ്ട്. 5 മിനിറ്റ് ഇങ്ങോട്ട് വന്നു. അച്ഛൻ പോവാന്ന് പറഞ്ഞോണ്ടിരിക്കും. ഒന്ന് വേഗം വാ. എടാ, വണ്ടിരിക്കും. എന്നാടാ, അവൾ അമ്പലത്തിലുണ്ടെന്ന്. അവൾക്ക് 5 മിനിറ്റുള്ള എന്നെ കാണണമെന്ന്. എടാ, അവൾക്ക് ഭ്രാന്തടാ, നട്ടഭ്രാന്ത്. അവനും കണക്കാം, അവളും കണക്കാം. എന്റെ ശിവ, നിനക്ക് എന്റെ അവസ്ഥ അറിയാലോ. എനിക്ക് എപ്പോഴും പുറത്തു പോകാൻ പറ്റത്തില്ലെന്ന് നല്ലോണം അറിയാം. എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യണം. കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റിയാൽ മതി, പ്ലീസ്. എന്റെ പണി കഴിഞ്ഞു. ഞാൻ നിന്നെ ഇവിടെ കൃത്യമായിട്ട് കൊണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ ഇത്രയും തിരക്കില്ലായിരുന്നല്ലോ. ശിവരാത്രിയല്ലേ, തിരക്കൊക്കെ കാണും. ഇനി തിരക്കിന്ന് അവളെ കണ്ടുപിടിക്കുന്നതാണ് വല്ലാത്തൊരു ടാസ്ക്. എവിടെ നിൽക്കുന്നാവോ? കണ്ടില്ലല്ലോ. നമുക്ക് പോവാം. അച്ഛാ, കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? ഇത്ര നേരം നിന്നില്ലേ, ഇനി നമുക്ക് പോവാം. ഇത്രയും തൊട്ടടുത്ത് വന്നിട്ട് പോലും കാണാൻ പറ്റിയില്ലല്ലോ. ഇവള് പോയോ? എടാ അനന്ത,